ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു കഫ്താൻ മോഡൽ നൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് നമ്മളിവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. സാധാ നൈറ്റി പീസ് വെച്ചാണ് അത് ചെയ്യുന്നത്. 290 നൈറ്റി പീസ് വെച്ച് അതിലെങ്ങനെ കട്ട് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നൈറ്റി പീസ് 4 ഒപ്പം മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് ലെങ്ത്ത് എടുത്തിട്ടാണ് ബാക്കിയുള്ള കട്ടിങ്ങൊക്കെ ചെയ്യുന്നത്. 54 ഇഞ്ച് ലെങ്ത്താണ് എനിക്കിവിടെ വേണ്ടത്. അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി ബാക്കി വന്ന പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ്. ആ പീസ് നമുക്ക് ഇനി ആകെ ഉള്ളൂ കട്ട് പീസായിട്ട്. അപ്പോൾ അത് വെച്ച് വേണം നമുക്ക് ബെൽറ്റിനൊക്കെ അടിക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ ലെങ്ത്ത് അടയാളപ്പെടുത്തി നമുക്ക് ആ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 6 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അതവിടെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് നമ്മൾ ലെങ്ത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം വെട്ടി മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കും ബാക്കിയുള്ള വണ്ണമൊക്കെ അടയാളപ്പെടുത്താം. നെക്ക് ഇവിടെ ഒരു കോളർ പോലെയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നെക്കിൻ്റെ അകലം 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇറക്കം ഒരു 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം ഒരു 11 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കണേ. ഒരു 1/2 ഇഞ്ച് വൈഡിങ്ങിൽ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. താഴത്തൊരു 1/2 ഇഞ്ചും മുകളിലൊരു 3/4 ഇഞ്ചും. എന്നിട്ട് അതിങ്ങനെ വി ഷേപ്പിൽ വരച്ച് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുകയും ചെയ്യണം. ആ ഷേപ്പിലാണ് നമ്മൾ നെക്ക് കൂടെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ മുകളിൽ 3.5 ഇഞ്ച് വൈഡിങ് കേട്ടോ. പിന്നെ ഷോൾഡർ ഒരു 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്യാനൊന്നുമില്ലത് മാർക്ക് ചെയ്തത് മാത്രം. പിന്നെ അവിടെ നിന്ന് താഴോട്ട് ഒരു 8 ഇഞ്ച് കൈക്കുഴി. ചെസ്റ്റ് ഒരു 11 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗം ഒരു 15 ഇഞ്ച് ഇറക്കി വേസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് അവിടെയും ഞാനൊരു 11 ഇഞ്ച് തന്നെയാണ് വണ്ണം അടയാളപ്പെടുത്തിയത്. കാരണം നമ്മളവിടെ ഒരു വള്ളി വെച്ച് കൊടുത്ത് നമ്മൾ ലൂസ് അഡ്ജസ്റ്റ് ചെയ്യണത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ അവിടെ ഷേപ്പ് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അത് ആ താഴത്തേക്ക് ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. സ്ട്രെയിറ്റ് ആയിട്ടല്ല, താഴത്ത് വരുമ്പോൾ വീതി കൂട്ടി വരണം. ഇവിടെ നമ്മൾ നേരത്തെ ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ ഒരു 1.5 ഇഞ്ച് അകലത്തിൽ കണ്ട ആ 1.5 ഇഞ്ചിൻ്റെ അങ്ങോട്ട് ആ കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള സ്റ്റിച്ച് വരണം. ചെരിഞ്ഞൊരു സ്റ്റിച്ച് വരും. താഴത്തേക്ക് വരും തോറും വൈഡായിട്ട് വരും. ആ രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്കുഴിയുടെ അവിടെ നിന്ന് നേരെ കൈക്കുഴിയുടെ അവിടെ നിന്ന് വണ്ണത്തിൻ്റെ അവിടെ ഷേപ്പൊന്നും ചെയ്യാണ്ട് നമുക്ക് നേരെ വരക്കാട്ടോ. വള്ളിയുള്ളതല്ലേ. ഇപ്പം ഞാൻ ചെസ്റ്റും വേസ്റ്റും ഒരേ ലെവൽ തന്നെയാണ് എടുത്തേക്കുന്നത്. വേണമെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് നേരെ 1.5 ഇഞ്ചിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്യണുള്ളൂ. എന്നിട്ട് ബാക്ക് നെക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. ബാക്ക് നെക്ക് എന്നല്ല, ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് തന്നെ ബാക്കിലെ അളവിൽ കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഫ്രണ്ടിലെ മാത്രം നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് കൂടെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്യണത്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഇതുപോലെ കിട്ടും. എന്നിട്ട് ഈ ഭാഗത്താണ് നമ്മൾ കോളറിനുള്ള പീസ് പിടിപ്പിച്ചെടുക്കുന്നത്. വേറെ കട്ടിങ് ഒന്നും ഇതിനില്ല. ഇറക്കം നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നെക്കിൻ്റെ അളവിൽ നെക്കും കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയ പീസിലെ താഴത്ത് ആ പീസ് ഒരുമിച്ച് നമ്മൾ അടിച്ച് കൂട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അത് ആദ്യം ഒരു അടി അടിച്ച് പിന്നെ പുറങ്ങാണ് ഇടിച്ച് അത് മടിക്കെടുക്കുകയാണ് ചെയ്യണത് കോളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കോളറിന് നമുക്ക് എന്തോരം വേണ്ടി വരുമെന്ന് ആദ്യം ഇതേപോലെ ഒന്ന് പിടിച്ച് അളന്ന് നോക്കണം. ഇവിടെ എനിക്കൊരു 16.5 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ 16.5 ഡബിള് 33 ഇഞ്ച് ലെങ്ത്തിൽ, 33 ഇഞ്ച് ഫിനിഷിങ്, പിന്നെ അതിൽ തയ്യൽ തുമ്പും അങ്ങനെ വേണം. അപ്പോൾ ഇവിടെ ഒരു 17.5 ഇഞ്ചിൽ 35 ഇഞ്ചിൽ നീളത്തിൽ ഞാൻ ആ പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്ത് വെട്ടി മാറ്റിയ പീസില്ലേ, അത് തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് പുറങ്ങാണി അടിച്ച് ഇതേപോലെ ഒപ്പം മടക്കിയെടുക്കും. ഇതുപോലെ ഇരിക്കും ആ ജോയിൻറ്റ്.
ചെയ്തിട്ടാ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ആ പീസിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തണം. ഇതിൻ്റെ നെക്കിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തണം. ഇതേപോലെ കത്രിക വെച്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ സെൻറ്ററിൽ വെച്ച് ആദ്യം നമുക്കിത് കോളർ പിടിപ്പിക്കാൻ തുടങ്ങണം. അതിനുവേണ്ടി ഞാനിവിടെ കോളർ വെച്ച് പിൻ ചെയ്തെടുക്കേണ്ട ചെയ്യണത്. അതാകുമ്പോൾ നമുക്ക് തയ്ക്കാനും എളുപ്പമാണ്. ഇത് ചുറ്റും ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. കറക്റ്റായിട്ട് താഴത്ത് തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. അടിയിൽ തയ്യൽ തുമ്പ് വേണ്ടതാണ് നമുക്ക് ആ പീസിന്. അത്രയും ഭാഗം തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ അടിഭാഗം കൂട്ടിയിടിക്കുക എന്നുള്ളതാണ്. അവിടെ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ചുളുക്ക് വരും. ചെറിയ ചുളുക്ക് വന്നാൽ പോലും അവിടുത്തെ ഒരു അഭംഗിയാണത്. നമുക്ക് കോളറിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നെക്കിലേക്ക് 7.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയാൽ മതി. ബാക്കിയുള്ള ഭാഗം കൂട്ടിയിടിക്കാനുള്ളതാണ്. ഇതുപോലെ ചെരിച്ച് വെച്ച് ഒരു സ്റ്റിച്ചിങ് വരും. അത് പിന്നീട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഈ സ്റ്റിച്ച് വന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് നമ്മൾ ഇറക്കി ഇതേപോലെ അടിച്ച് നിർത്തൂട്ടാ, കെട്ടിട്ട് നിർത്തണം. 2 മൂലയിൽ നിന്നും ഇതേപോലെ. എന്നിട്ട് ആ കട്ടിങ്ങിൻ്റെ അവിടേക്ക് ഒരു വര വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ കണ്ട ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കോളറിൻ്റെ ആ പീസ് നമ്മൾ അറ്റം വരെ അടിച്ചിട്ടുള്ളൂ, അടിഭാഗം അടിച്ചിട്ടില്ല കേട്ടോ. അത് ഓപ്പണായിട്ട് തന്നെ കിടക്കണം. അടിഭാഗം നമ്മൾ ഇനിയാണ് അടിക്കാൻ പോകുന്നത്. അപ്പം നമ്മളതവിടെ ആ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളറ് കറക്റ്റ് ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് ആ തയ്യൽ തുമ്പോടും കൂട്ടി നമുക്ക് അടിച്ചെടുക്കാം. ടീഷർട്ടിൻ്റെയൊക്കെ പടിയടിക്കണത് ഏകദേശം ഇതുപോലെയാണ്. ഇതേപോലെ കണ്ട ഇങ്ങനെ ഇരിക്കും. അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതിങ്ങനെ കോളർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. കോളർ ഏത് ഷേപ്പിലാണോ ഇരിക്കണത് ആ ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് നേരെ പിടിച്ചടിക്കരുത് കേട്ടോ. അതിന് ഒരു വി ഷേപ്പല്ലേ കോളറിന് വന്നത്. ആ ഷേപ്പ് വരുന്ന രീതിയിൽ കോളർ വെച്ച് നോക്കിയിട്ട് വേണം അതടിക്കാൻ. അപ്പോൾ നമ്മൾ 2 മൂലയും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ അവിടെ നിന്ന് തുടങ്ങി മറ്റേ മൂലയുടെ കട്ട് ചെയ്ത് കൊടുത്തേക്കണം. അവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് നിർത്തണം കെട്ടിട്ട്. ഇതേപോലെ അടിച്ച് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കോളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമുക്ക് പുറം കാണി മാത്രം അടിച്ചാൽ മതി. ഞാൻ തയ്യൽ തുമ്പ് 2 സൈഡിലേക്കും വച്ച് ചുറ്റിനും പുറം കാണി അടിക്കണം. ഏറ്റത്തു നിന്ന് അടിച്ച് ചുറ്റിനും അടിച്ച് അടിയിലും അടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ ലെങ്ത്ത് നോക്കിയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഓപ്പണായി കിടക്കൂലേ, ഒരുപാട് ഇറക്കവും വരൂലേ കഴുത്തിന്. അത്ര വേണ്ട. നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമുള്ള ലെങ്ത്തിന് അവിടെയും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഞാനിപ്പോൾ ജോയിൻറ്റ് ചെയ്യണില്ല. ഞാനിപ്പോൾ ചുറ്റും പതിച്ചടിക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ചുറ്റിനും ഞാൻ പതിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വലിയ കഴുത്ത് പോലെ ഇങ്ങനെ വിടർന്നാണ് കിടക്കണേ. നമുക്ക് അത്രയും വിടർച്ച അവിടെ വേണ്ട. ഇതേപോലെ കൂട്ടി വെച്ച് ആവശ്യത്തിനുള്ള ലെങ്ത്ത് കഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ടേപ്പ് ചളന്നിട്ട് ഒരു 7.5 വരുന്ന രീതിയിൽ നോക്കിയിട്ട് ബാക്കിയുള്ള ഇത്ര മതി എനിക്ക്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഒരു പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നമുക്കത് സ്റ്റിച്ച് ചെയ്യണ കൂട്ടത്തിൽ അവിടെയും സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതിങ്ങനെ പിൻ ചെയ്ത് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ അളവൊക്കെ എടുക്കുമ്പോൾ നീങ്ങിപ്പോകില്ല. ഇത് സ്റ്റിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. ഞാനിപ്പം അതിപ്പോൾ ചെയ്തില്ല. ഇനി മറ്റേ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ചെയ്യാമെന്ന് ഓർത്താണ്.
ഇതിപ്പോൾ കൈക്കുഴി നമ്മൾ 8 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തിയില്ല, ആ ഭാഗമാണ് അത്. എന്നിട്ട് ഇവിടെ ഒരു 11 ഇഞ്ച് മടക്കി നമ്മൾ 4 മടക്കി 11 ഇഞ്ചുള്ള ചെസ്റ്റുകൾ കൊടുത്തേ, മൊത്തം 22 ഇഞ്ച്. ആ 22 ഇഞ്ചിൻ്റെ അകലം ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തണം കേട്ടോ. ഇത് സെൻറ്റർ ഞാൻ അടയാളപ്പെടുത്തിയതാണ്. വേസ്റ്റിൻ്റെ ഒരു 15 ഇഞ്ച് ഇറക്കത്തിലാണല്ലോ, അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ മാർക്ക് ചെയ്യണത് നമുക്ക് ഈ അകത്തു കൂടെ ഒരു പടി വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മാർക്ക് മസ്റ്റാണ്, അല്ലെങ്കിൽ വളഞ്ഞൊക്കെ പോകും. നല്ല വശത്തല്ല മാർക്ക് ചെയ്യേണ്ടത്, ചീത്ത വശത്താണ് അത് മാർക്ക് ചെയ്യേണ്ടത്. ആ സമയം സൈഡ് കൂട്ടുമ്പോൾ മാർക്ക് ചെയ്യേണ്ടത് നല്ല വശത്താണ്. ഇതേപോലെ നല്ല വശത്ത് മാർക്ക് ചെയ്യണം. നമ്മൾ പുറത്തു കൂടെയാണ് അടിക്കണത്, നല്ല വശത്തു കൂടെയാണ് സ്റ്റിച്ച് ചെയ്യണത്. ഇതിപ്പോൾ നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് നേരെ കൊണ്ടുവന്ന് താഴെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ, ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കാട്ടോ. ഇങ്ങനെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ആ താഴെ ഭാഗത്തേക്ക് ഒരു ചെരിച്ച ഒരു സ്റ്റിച്ച് വരും. ഇതിപ്പോൾ ഞാൻ ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവും 11 ഇഞ്ച് തന്നെയാണ് എടുത്തേക്കണത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് നേരെ വേസ്റ്റിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നാണ് താഴത്തേക്ക് 1.5 ഇഞ്ചിലേക്ക് ഞാൻ ചെരിച്ച് അടിച്ചെടുത്തേക്കണത്. ഇപ്പോൾ അവിടെ ചുരുക്കം ഒരുപാട് വേണം എന്നുള്ളവർക്ക് നമുക്കവിടെ വേസ്റ്റിൻ്റെ ഭാഗം 11 ഇഞ്ച് അടയാളപ്പെടുത്തണ്ട, നമ്മൾ നേരെ ചെസ്റ്റിൽ നിന്ന് നേരെ 1.5 ഇഞ്ച് ഭാഗത്തിലേക്ക് ചെരിച്ച് അടിച്ചെടുത്താൽ മതി. ഇവിടെ 1.5 ഇഞ്ച് ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയില്ലായിരുന്ന ഇതേപോലെ ഇവിടെ താഴ്ഭാഗം ഉണ്ട് പോയി കാണുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് അങ്ങോട്ട് എത്തിച്ച് വരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് ആ 1.5 ഇഞ്ച് വരുന്നിടത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുത്താം. വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ്. അപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗം ഒരുപാട് ചുരുക്ക് വേണ്ടവർക്ക് നമുക്കവിടെ ഷേപ്പ് ചെയ്യേണ്ട കേട്ടോ. ഞാനിപ്പോൾ ചെസ്റ്റ് വേസ്റ്റ് ഒരേ അളവിലാണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ വേസ്റ്റിൻ്റെ അങ്ങടാണ് ഇതിൻ്റെ ഈ 1.5 ഇഞ്ചിൽ നിന്ന് മാർക്ക് ചെയ്യണത്. അല്ലാത്തവർക്ക് ചെസ്റ്റിൻ്റെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്യണേക്ക് മുമ്പ് നമുക്ക് ചീത്ത വശത്തായിട്ട് മറ്റേ വള്ളിയിടാനുള്ള ഇത് പിടിപ്പിച്ച് കൊടുക്കണം, പീസ് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അകവശത്താണ് ആ മാർക്ക് ഇടേണ്ടത് കേട്ടോ. ഈ മാർക്ക് അകവശത്ത് വരണം. ഇപ്പോൾ നമ്മൾ നല്ല വശത്താണല്ലോ മാർക്ക് ചെയ്തേക്കണത്, ആ മാർക്ക് നമ്മൾ അകവശത്ത് വരച്ചെടുക്കേണ്ടത്. കാരണം ആ വരയുടെ മുകളിൽ കൂടെ വേണം നമ്മൾ പീസ് വെച്ചടിക്കാൻ. അപ്പം ആ വള്ളിയിടാനുള്ള പീസ് വെച്ച് അടിക്കാൻ ഇവിടെ ഒരു 1.5 ഇഞ്ച് പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് അവിടെ ഒരു ഹോൾ ഇടണം. വെറുതെ ഒരു ഹോളിട്ടാൽ അത് കുറച്ച് കഴിയുമ്പോൾ ആ വള്ളിയൊക്കെ ഇട്ട് അത് പെട്ടെന്ന് കീറാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസ് ആ സെൻറ്ററിൽ ഒന്ന് വച്ചിട്ട് ബട്ടൺ ഹോളൊക്കെ മാർക്ക് ചെയ്യൂലേ, നമ്മളതുപോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു ഇത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്ത് മറിച്ചെടുത്താൽ അവിടെ ഫിനിഷിങ് ആയി. പിന്നെ അവിടെ നിന്ന് നൂല് നെഴുന്നു പോവുകയോ കീറിപ്പോവുകയോ ഒന്നും ചെയ്യില്ല, അവിടെ നല്ലൊരു ഹോളായിട്ട് കിട്ടും. ഇതേപോലെ ഒരു ചെറിയ പീസ് എടുത്ത് ഈ ഷേപ്പിൽ നമുക്ക് അടിച്ച് മറിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ അടിച്ച് മറിക്കുമ്പോൾ നമ്മൾ നല്ല വശത്ത് വെച്ച് അടിച്ച് മറിക്കണം കേട്ടോ. നല്ല വശത്ത് അടിച്ചിട്ട് ചീത്ത വശത്തേക്ക് അടിച്ച് മറിക്കണം. ഇതേപോലെ നല്ല വശത്ത് വെക്കണം, എന്നിട്ട് ചീത്ത വശത്തേക്ക് അടിച്ച് മറിക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഹോള് നമ്മൾ തയ്ച്ചിട്ടാണ് കേട്ടോ ഹോളിടണത്. ഇതേപോലെ കൂട്ടി അടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ സീം പേപ്പർ മേടിക്കാൻ കിട്ടും നമുക്ക്, സ്റ്റിച്ച് കഴിക്കാനും ഇതേപോലെ ബട്ടൺ ഹോളിടാനൊക്കെ അത് ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മൾ അടിച്ചത് അപ്പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ മറിച്ച് നല്ലോണം അയൺ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഈ സ്റ്റിച്ച് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യണം. ഇത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ വള്ളി എപ്പോഴും വലിച്ച് ഒതുക്കി കെട്ടുമല്ലോ, ആ സമയത്ത് അവിടെ വെറുതെ തയ്യൽ തുമ്പ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ഇത് കട്ടിങ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് വേഗം കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ച് മറിച്ചെടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇത് ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിടന്നോളും.
അവിടെ വേറെ കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ ആ ഹോൾ അവിടെ കിട്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു ഹോള് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആ തുമ്പ് തയ്യൽ വശത്തേക്ക് മറിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മീതെ വെച്ച് വേണം നമ്മൾ ആ പീസ് വെച്ച് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത ആ പീസ് രണ്ടരികും അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് പിടിച്ച് വലിച്ച് വലിഞ്ഞൊന്നും പോകേണ്ട തുണി. അതുപോലെ കറക്റ്റായിട്ട് വച്ചടിക്കുക, വേഗം കഴിയും. ഇത് നല്ല എളുപ്പമുള്ള ഇതാണ്. ഇതൊരു 1/2 ഇഞ്ച് വീതിയിൽ എനിക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. 1.5 ഇഞ്ചിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തത്. 2 വശം മടക്കി കഴിഞ്ഞപ്പോൾ 1/2 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ വേസ്റ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേസ്റ്റിൻ്റെ വണ്ണം 11 ഇഞ്ചാണല്ലോ നമ്മൾ അടയാളപ്പെടുത്തണേ. അപ്പോൾ 11 ഇഞ്ചിൻ്റെ മുട്ടിക്കൽ ഒരു 10.5 ഇഞ്ചിലാണ് നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ. ഒരു 1/2 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ രണ്ടിടത്തും അടിച്ച് നിർത്താൻ. അടിച്ച് നിർത്തുമ്പോൾ 2 അരിക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. അവിടെ രണ്ടും ഇങ്ങനെ ഒഴിവാക്കിയിടണം, കാരണം അതിൽ കൂടെ നമുക്ക് വള്ളി കയറ്റാനുള്ളതാണ്. കണ്ടോ, ഇതേപോലെ വെച്ചടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ആ ഹോൾ ഇട്ടില്ലേ, അവിടെയും ഇതേപോലെ ഓപ്പണായി കിട്ടും. അതിൽ കൂടെയാണ് നമുക്ക് വള്ളി പുറത്തേക്ക് എടുക്കേണ്ടത്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ചെയ്തെടുക്കണം. ഇപ്പോൾ രണ്ടിടത്തും ഞാൻ ഇതേപോലെ അടിച്ചിട്ടുണ്ട്. 2 അറ്റത്തും ഇതേപോലെ ഹോൾ ഇതുണ്ട് കേട്ടോ. നമ്മളവിടെ കൂട്ടിയിടിക്കാത്തതുകൊണ്ട് അതിൽ കൂടെ നമുക്ക് വള്ളി കയറ്റാനും പറ്റും. അപ്പോൾ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമുക്ക് സൈഡ് കൂട്ടണ പണി മാത്രമേ ഉള്ളൂ. ഇതേപോലെ കൈക്കുഴിയുടെ അവിടെ നിന്ന് നേരെ 1.5 ഇഞ്ചിലേക്ക് ചെരിച്ചടിക്കാം. അതല്ലെങ്കിൽ കൈക്കുഴിയുടെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അവിടം വരെ ആ അളവിൽ തന്നെ വന്നിട്ട് അവിടെ നിന്ന് ഈ 1.5 ഇഞ്ചിലേക്ക് ചെരിച്ചടിക്കാം. പിന്നെ ഇവിടെ ഒരു 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, അതിവിടെ ഇതേപോലെ ഓപ്പണിങ്ങിനാണ് ആണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് താഴ്ഭാഗം തട്ടൂല. എന്നിട്ട് അരികെ ഇതേപോലെ മടിക്കടിച്ച കഫ്താൻ്റെ പണി കഴിഞ്ഞ്. സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാം. കോളർ വെച്ച് തയ്ച്ചെന്നുള്ളൂ. സാധാരണ നെക്കാണെങ്കിൽ നമുക്കിതിവിടെ തയ്ക്കാം. ഇതിപ്പോൾ നേരത്തെ ഞാൻ പിൻ ചെയ്ത് വെച്ച ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ കോളറിൻ്റെ താഴെ. ഇതേപോലെ നമുക്ക് വണ്ണത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ കഫ്താൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂടുകാലത്ത് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണിത്. ഇത് തയ്ക്കാനും നല്ല എളുപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.